Hello students, welcome to Easy Learning with Suvida. ഹലോ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ ഫസ്റ്റ് ടൈം എക്സാമിന് വേണ്ടിയിട്ടുള്ള മാതൃക ചോദ്യ പേപ്പറും അതിൻ്റെ ഉത്തര സൂചികയും ഉത്തരങ്ങളെക്കുറിച്ചുള്ള വിശകലനവുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആകെ 40 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്കോർ 1 ആണ്. അപ്പോൾ 4 ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതം 4 മാർക്കാണ്. ഒന്നാമത്തെ ചോദ്യം, മനസ്സി രുചിജനകം എൻ്റെ ചിറകുമണി കനകം ഇത് കൊണ്ടാകാ നീ ധനികൻ. സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ. ഹംസത്തിൻ്റെ ഈ വാക്കുകളിൽ പ്രകടമാകുന്ന ഭാവമെന്ത്? അപ്പോൾ നമുക്കറിയാം, നളൻ ഈ ഒരു ഹംസത്തെ പിടിക്കാൻ പോകുമ്പോൾ ഹംസം പറയുന്നതാണ് രാജാവിനോട്, എന്താണ്, എൻ്റെ ചിറക് കനകമാണ്, സ്വർണമാണ്, പക്ഷെ നീ എന്നെ പിടിച്ചത് കൊണ്ട് നീ ഒരിക്കലും ധനികനാകാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ ഹംസം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ആ വാക്കുകളിലെ ഭാവം എന്താണ്? ഓപ്ഷൻസ്: സ്വർണ്ണ ചിറകുണ്ടെന്നുള്ള അഹങ്കാരം, രാജാവ് ധനമോഹിയാണെന്ന പരിഹാസം, ചിറകു നഷ്ടമാകുന്നതിൻ്റെ സങ്കടം, രാജാവിനോടുള്ള ബഹുമാനം. ഏതാണ് ഉത്തരം? നമുക്ക് തോന്നും രണ്ടും ഇതിൻ്റെ അകത്ത് തോന്നുന്ന ഉത്തരമാണ്. ഏതാണ്? രാജാവ് ധനമോഹിയാണെന്നുള്ള പരിഹാസം, ചിറകു നഷ്ടമാകുന്നതിൻ്റെ സങ്കടം. രണ്ടും ഉണ്ടെങ്കിലും ഇതിന് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് രാജാവ് ധനമോഹിയാണെന്നുള്ള പരിഹാസമാണ്. കാരണം എൻ്റെ ചിറക് മണികനകമാണ്, പക്ഷെ നീ ഇതുകൊണ്ട് ധനികനാവില്ല എന്ന് പറയുമ്പോൾ രാജാവ് ധനത്തെയാണ് മോഹിച്ചത്, അത് കണ്ടിട്ടാണ് തന്നെ പിടിച്ചത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം, രാജാവ് ധനമോഹിയാണെന്ന പരിഹാസം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയിലാരോടും. കാവ്യ സന്ദർഭത്തിൽ കർണസുഖത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏതാണ്? അപ്പോൾ കർണസുഖം, ഓപ്ഷൻസ്: കർണത്തിന് സുഖം നൽകുന്നത്, കർണത്താലുള്ള സുഖം, കർണമാകുന്ന സുഖം, കർണവും സുഖവും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, കർണത്തിന് സുഖം നൽകുന്നത് എന്നർത്ഥം. മൂന്നാമത്തെ ചോദ്യം, ഒരു മഹാവൃക്ഷത്തിൻ്റെ കീഴിലെ വേരു പടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ ചുരുണ്ടുകിടന്ന് തളർന്നുറങ്ങുന്ന കുഞ്ഞു യൂസഫിൽ ഈ സിനിമ അവസാനിക്കുന്നു. അടിവരയിട്ട പ്രയോഗം സന്ദർഭത്തിന് നൽകുന്ന അർത്ഥമെന്ത്? അടിവരയിട്ട പ്രയോഗം ഏതാണ്? വേരു പടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. കാടിനുള്ളിലെ ഭീകരത, വൃക്ഷം നൽകുന്ന തണൽ, കാട് നൽകുന്ന ആനന്ദം, പ്രകൃതി നൽകുന്ന സുരക്ഷിതത്വം. അപ്പോൾ ഏതാണ്? ഗർഭപാത്രത്തിൽ എന്ന പോലെ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ സുരക്ഷിതത്വം എന്ന് പറയാം, അല്ലെ? എല്ലാ കുട്ടികളും അമ്മയുടെ ഗർഭപാത്രത്തിൽ സുരക്ഷിതരാണ്. അതുകൊണ്ട് തന്നെ വേര് പടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ ചുരുണ്ടുകിടന്ന് തളർന്നുറങ്ങി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പ്രകൃതി നൽകുന്ന സുരക്ഷിതത്വത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നാലാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായി പിരിച്ചെഴുതിയത് ഏതാണ്? പച്ചക്കറി കട, പച്ചക്കറി കട, പച്ചക്കറി കോമ കട. ഉദ്യോഗമില്ല, ഉദ്യോഗ കോമ മില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് 1 മാത്രം ശരി, 2 മാത്രം ശരി, എല്ലാം ശരിയാണ്, എല്ലാം തെറ്റാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പച്ചക്കറി കട എന്നത് എങ്ങനെയാണ് പിരിച്ചെഴുതുക? പച്ചക്കറി അധികം കട എന്നാണ്. ഉദ്യോഗമില്ല എന്നത് ഉദ്യോഗം അധികം ഇല്ല എന്നാണ്. അപ്പോൾ ഇവിടെ ഉദ്യോഗമില്ല, ഉദ്യോഗ അധികമില്ല എന്നാണ്. അപ്പോൾ തെറ്റാണെന്ന് അറിയാം. അപ്പോൾ ഏതാണ് ശരി? ഒന്നാമത്തെയാണ് ശരി. അപ്പോൾ ഓപ്ഷൻ 1 മാത്രമാണ് ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരം. ഇനി 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 മാർക്കാണ് ഇതിനുള്ളത്. അപ്പോൾ ഒരു അര പേജെങ്കിലും എഴുതാൻ ശ്രമിക്കുക. ചോദ്യം 5, മന്നവ കേൾക്ക, ഭരദ്വാജനന്ദന നിന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ, പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട് മന്നവ, സങ്കടമുണ്ടാകയില്ലേതും, കഥകൾ അതിമോഹനം. സന്ദർഭം വിശകലനം ചെയ്ത് കർണന്റെ സ്വഭാവ സവിശേഷതകൾ കുറിക്കുക. അപ്പോൾ ഇവിടെ ദുര്യോധനൻ കർണനോട് പറയുകയാണ്, എൻ്റെ സൈന്യത്തിന്റെ സൈന്യാധിപനായി നീ മാറണം, നിന്നെ വാഴ്ത്തപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നീ എൻ്റെ സൈന്യത്തിന്റെ അധിപനായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കർണനോട് ദുര്യോധനൻ പറയുമ്പോൾ കർണന്റെ മറുപടിയാണിത്. എന്നെക്കാളും ശ്രേഷ്ഠനായിട്ടുള്ള
ദ്രോണർ ജീവിച്ചിരിക്കെ എന്തിനാണ് ഞാനാകുന്നത്? അതായത് യോദ്ധാക്കളിൽ പ്രബലാധിപനായിട്ടുള്ള ദ്രോണർ ജീവിച്ചിരിക്കുന്നുണ്ട്. ശത്രുക്കളെ അദ്ദേഹം എന്ത് ചെയ്യും? ഹിംസ ചെയ്യും. അദ്ദേഹത്തെ ശത്രുക്കൾക്ക് പോലും പേടിയാണ്. അപ്പൊ അദ്ദേഹം ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് ആകുന്നത് എന്ന് തന്നെയുമല്ല, ഞാൻ ഭരിക്കുന്നുണ്ടല്ലോ, അംഗരാജ്യം ഞാൻ ഭരിക്കുന്നുണ്ട്. അപ്പോ മന്നവ, ഒരിക്കലും താങ്കൾ സങ്കടപ്പെടേണ്ട എന്ന് ദുര്യോധനനോട് ആര് പറയുകയാണ്? കർണൻ പറയുകയാണ്. അപ്പൊ കർണന്റെ ഈ ഒരു സ്വഭാവ സവിശേഷത വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ കർണന്റെ കഥാപാത്ര നിരൂപണം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചാനൽ കയറി കാണുക. അപ്പൊ ആ ഒരു കഥാപാത്ര നിരൂപണം തന്നെ മതിയാവും കർണന്റെ സ്വഭാവ സവിശേഷതകൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കൃത്യമായും ഈ ചോദ്യം പഠിച്ചു വെക്കണം. ഇത് വരാൻ 80% ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് കൃത്യമായി കർണന്റെ കഥാപാത്ര നിരൂപണം പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 6. ഹംസം. ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപതേ. നളൻ. അറിയ ഹംസമേ, അരുത് പരിദേവിതം. വിരസഭാവമില്ലാ നിന്നിൽ മേ ദേഹമനുപമിതം കാൺമാൻ മോഹഭരമുദിതം. സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ. ആട്ടകഥാഭാഗം ഗദ്യരൂപത്തിലുള്ള സംഭാഷണമാക്കി മാറ്റി എഴുതുക. അപ്പൊ ഇതിവിടെ കവിതയുടെ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് സംഭാഷണമായി ഇനിയാൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ സംഭാഷണമായി മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരാൾ പറഞ്ഞു തിരിച്ച്, അതായത് ഹംസം പറയുന്നു. ഇവിടെ കവിത എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹംസം പറയുന്നു, നാളെ അതിന് മറുപടി പറയുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊരു സംഭാഷണ ഭാഗമായിട്ട് മാറ്റി എഴുതുക. ചോദ്യം 7 A ആണ്. എൻ്റെ മാതൃഭാഷ കന്നഡയാണ്, അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു. പ്രകാശ് രാജ്. അപ്പം ഇത് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗത്ത് നിന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രകാശ് രാജിന്റെ ലേഖനത്തിൽ നിന്നുള്ള ഒരു ഭാഗമായിരുന്നു അത്. അപ്പൊ ഇവിടെ പ്രകാശ് രാജ് പറയുന്ന ഇതാണ്, എൻ്റെ മാതൃഭാഷ എന്തായിരുന്നു? കന്നഡയാണ്. അപ്പൊ അത് പഠിക്കണമോ വേണ്ടോ എന്നൊരു ചോദ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മുട്ടുകാലിൽ ഇഴഞ്ഞു നടക്കുന്നത് പോലെ, ഒരു കുട്ടി മുട്ടുകാലിൽ ഇഴഞ്ഞു നടക്കുന്ന പോലെ വളരെ സ്വാഭാവികമായും സരളമായും ഞാനത് പഠിച്ചു എന്ന്. അപ്പോൾ തൻ്റെ മകൾ അവളുടെ മാതൃഭാഷയായ തമിഴ് പോലും ശരിക്കും പഠിക്കാതെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന ആ വിഷമം, അപ്പോഴാണ് അദ്ദേഹം ഇത് പറയുന്നത്. അപ്പോൾ മാതൃഭാഷാ പഠനത്തെക്കുറിച്ചുള്ള ലേഖകന്റെ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് വ്യക്തമാക്കുക. ഇവിടെ എന്താണ് ലേഖകൻ പറയുന്നത്? മാതൃഭാഷ വളരെ സ്വാഭാവികമായും സരളമായും പഠിച്ചു പോകുന്നത് ഒന്നാണ്. ഒരു കുട്ടി മുട്ടിൽ ഇഴയുന്നത് പോലെ വളരെ സ്വാഭാവികമായും മാതൃഭാഷ പഠിക്കും എന്നതാണ്. അപ്പൊ അത്രത്തോളം നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ മാതൃഭാഷ. നമ്മുടെ പെറ്റമ്മയെ പോലെ തന്നെയാണ് നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത്. അപ്പൊ ലേഖകന്റെ നിരീക്ഷണത്തോട് നമുക്ക് എന്ത് ചെയ്യാം? പൂർണ്ണമായും യോജിക്കാം. അപ്പൊ യോജിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ട്. അപ്പൊ അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്ത കഥാസന്ദർഭത്തിന് യോജിച്ച ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക. പത്രസ്വാമി ചോദിച്ചു, ഉനക്ക് എന്നെ വേണം? വെങ്കടേശൻ പറഞ്ഞു, ചീഫ് റിപ്പോർട്ടർ ആകണം. റെസിഡന്റ് എഡിറ്റർ എന്ന പാഠഭാഗത്ത് നിന്നുള്ളതാണ്. അപ്പൊ പത്രസ്വാമി ചോദിച്ചു എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക? കോമ ഇടുക. ഉനക്ക് എന്നെ വേണമെന്നത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. വെങ്കടേശൻ പറഞ്ഞു എന്നുള്ളത് കോമ ഇടുക. ചീഫ് റിപ്പോർട്ടർ ആകണം, അതിനുശേഷം ഫുൾ സ്റ്റോപ്പ്, വിരാമം ഇടുക. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 5 മാർക്കാണ്. അപ്പോൾ 1.5 പേജെങ്കിലും എഴുതാൻ ശ്രമിക്കുക. അപ്പോഴാണ് മാർക്ക് കൂടുതൽ ലഭിക്കുക. 8ാമത്തെ ചോദ്യം, എൻ്റെ മനസ്സിന്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചെയ്യും. അതിനാൽ ഞാനത് 150 പേർക്ക് വിതരണം ചെയ്തു. അന്നന്നത്തെ മോക്ഷം. പരിഹാസ്യമായി തീരുന്ന വർത്തമാനകാല നവമാധ്യമ ജീവിതത്തോടുള്ള ശക്തമായ വിമർശനമാണോ കവിതാ ഭാഗത്ത് തെളിയുന്നത്? നിങ്ങളുടെ നിരീക്ഷണം കുറിക്കുക. തീർച്ചയായും നമ്മൾ ഈ പാഠഭാഗം എന്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? നവമാധ്യമ ജീവിത രീതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പരിഹാസ പാത്രമാക്കിക്കൊണ്ടുള്ള ഒരു കവിതയായിരുന്നു അന്നന്നത്തെ മോക്ഷം. അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ എൻ്റെ മനസ്സിന്റെ ഖജനാവിൽ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ എന്ത് ചെയ്യും? അവിടെ തന്നെ ഇരിക്കും, വളിക്കും പുളിക്കും ചീഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാനത് ലൈക്കിനും ഷെയറിനും ഒക്കെ വേണ്ടി, കമന്റിനും ഒക്കെ വേണ്ടി ഞാനത് 150 പേർക്ക് വിതരണം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലിരിക്കേണ്ട കാര്യങ്ങൾ പോലും കൃത്യമായി നമ്മൾ മനസ്സിനുള്ളിൽ വെക്കാതെ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്കും കൂടി വിതരണം ചെയ്തു കൊടുക്കുക. അവരുടെ അഭിപ്രായം അതിൽ നിന്ന് അറിഞ്ഞിട്ട് നമുക്ക് ആനന്ദം കൊള്ളുക.
സ്വയം എന്തോ ആണെന്ന് ചിന്തിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പുതുതലമുറയുടെ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആ ഒരു ചിന്താഗതിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ശക്തമായി വിമർശിക്കുന്നത്. അപ്പൊ നമുക്ക് തീർച്ചയായും എഴുതാൻ പറ്റും. എന്താണ് നമ്മൾ നിരീക്ഷണം എഴുതേണ്ടത്? തീർച്ചയായും നവമാധ്യമ ജീവിതത്തോടുള്ള ശക്തമായ വിമർശനമാണ് കവിതാഭാഗത്ത് തെളിയുന്നത്. വർത്തമാനകാലത്ത് അത്രത്തോളം ആശദാരിദ്ര്യമുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക, ഈ വർത്തമാനകാലത്തെ നവമാധ്യമങ്ങൾ തങ്ങളുടെ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നത്. അപ്പൊ അതിനെ പരിഹാസ്യ രൂപേണയാണ് അത് എഴുതിയിട്ടുള്ളത് ഈ കവിതയില്. അപ്പോ തീർച്ചയായും ഒരു കാര്യത്തെ കൃത്യമായി മനസ്സിലാക്കാതെ അതിന്റെ ഉൾവശങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പിന്നാമ്പുറങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേവലം ലൈക്കിന് വേണ്ടി ഇല്ലെങ്കിൽ അവരുടെ ആ ഒരു ചാനലിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും പറയുന്ന എഴുതി വിടുന്ന തരത്തിലുള്ള മാധ്യമങ്ങളോടുള്ള ഒരു ചോദ്യമാണ്, ഒരു പരിഹാസമാണ് ഈ ഒരു കവിതയിൽ തെളിയുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു ആശയം ഉൾക്കൊണ്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. കവിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് ഇന്നത്തെ കാലത്തെ നവമാധ്യമങ്ങളുടെ മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മാധ്യമധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി വിട്ട് വേണം അവർ കൃത്യമായി തങ്ങളുടെ മാധ്യമധർമ്മം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉൾപ്പെടുത്തി വേണം ഇതിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. 9ാമത്തെ ചോദ്യം, ഗദ്യഭാഗം വായിച്ച് ചുവടെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എല്ലാ കലകളും സമ്പൂർണ്ണമാകുന്നത് ആസ്വാദന പക്ഷത്ത് അനുഭൂതി പകർന്ന് അനുവാചകരിൽ എത്തുമ്പോഴാണ്. ഓരോ കലയ്ക്കും അനുസരിച്ച് ആസ്വാദന രീതിയും ആസ്വാദകരുടെ എണ്ണവും വ്യത്യാസപ്പെട്ടിരിക്കും. ചലച്ചിത്ര ആസ്വാദനത്തെ പറ്റിയുള്ള ബെർഗ്മാന്റെ നിരീക്ഷണം ശ്രദ്ധേയമാണ്. സിനിമ ആസ്വാദകന്റെ ദക്ഷിണയെ മാറ്റി നിർത്തി ഭാവനയെ സ്വാധീനിക്കുകയും അതുവഴി വൈകാരിക അനുഭൂതിയെ കീഴടക്കുകയും ചെയ്യുന്നു. ഇതര കലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പൊതുവെ നാടകം, സംഗീതം, നൃത്തം തുടങ്ങിയവ സിനിമയുടെ നിർമ്മാണ ചെലവ് ഭാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ നിർമ്മാണത്തിൽ കലയോടൊപ്പം വ്യവസായത്തിന്റെയും ഘടകങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നു. വ്യവസായത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന സിനിമകളിൽ വിനോദത്തിനുള്ള ഉപാധികൾ ഏറെയാണ് ഉൾപ്പെടുത്തുന്നത്. വിനോദോപാധികൾ ഏറെയുള്ള സിനിമ ആസ്വദിക്കുവാൻ പരിശീലനം ആവശ്യമില്ലെന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ ഇതര കലകൾ പോലെയോ അതിലധികമോ ആസ്വാദന പരിശീലനം ആവശ്യപ്പെടുന്ന കലയാണ് സിനിമ. പരിശീലനം സിദ്ധിക്കാത്തവർക്കും സിനിമ എന്ന കല സാമാന്യമായി ആസ്വദിക്കാമെന്നുള്ളത് ആ കലയുടെ സവിശേഷതയാണ്. പരിശീലനം സിദ്ധിച്ചവർക്കേ അതിൽ ലീനമായിരിക്കുന്ന ചലച്ചിത്ര ബിംബങ്ങൾ, ദൃശ്യ സൂചനകൾ, അവതരണത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ധ്വനി സൂചനകൾ, സംഭാഷണങ്ങൾ, അർത്ഥവത്തായ മൗനങ്ങൾ എന്നിവ മനസ്സിലാകൂ. അപ്പോ ഇവിടെ എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് സിനിമ എന്ന് പറയുന്നത്. കേവലം ഒരു ദൃശ്യം മാത്രമല്ല, നമ്മൾ കാണുന്ന ഒരു ദൃശ്യ ആസ്വാദനം മാത്രമല്ല, അതിനുള്ളിൽ പല കാര്യങ്ങൾ ലീനമായി ചേർന്നിട്ടുണ്ട്. അത് സിനിമ കാണുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ ആസ്വാദന പരിശീലനത്തിന് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആസ്വാദന പരിശീലനം വേണ്ടത് എന്തിനു തന്നെയാണ്? ഈ വ്യാവസായിക അടിസ്ഥാനത്തിൽ എടുക്കുന്ന സിനിമയ്ക്ക് തന്നെയാണ്. കാരണം അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന ലീനമായിട്ടുള്ള കാര്യങ്ങൾ, ചലച്ചിത്ര ബിംബങ്ങൾ, ആശയങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ തീർച്ചയായും അതിനുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ആസ്വാദകന്റെ തലം അത്രത്തോളം എന്തായിരിക്കണം? ഉൾച്ചേർന്നിരിക്കണം. അത്രത്തോളം ദൃഢമായിരിക്കണം ആസ്വാദനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചലച്ചിത്ര ആസ്വാദനത്തെ പറ്റിയുള്ള ബെർഗ്മാന്റെ നിരീക്ഷണം എന്തായിരുന്നു? ബെർഗ്മാന്റെ നിരീക്ഷണം എന്താണ് ഇവിടെ ബെർഗ്മാൻ പറഞ്ഞത്? എല്ലാ കലകളും സമ്പൂർണ്ണമാകുന്നത് ആസ്വാദന പക്ഷത്ത് അനുഭൂതി പകർന്ന് അനുവാചകരിൽ എത്തുമ്പോഴാണ്. ഓരോ കലയ്ക്കും അനുസരിച്ച് ആസ്വാദന രീതിയും ആസ്വാദകരുടെ എണ്ണവും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഒരു കല സമ്പൂർണ്ണമാകുന്ന എപ്പോഴാണ്? അത് ഒരു ആസ്വാദകൻ അത് ആസ്വദിച്ച് അവനിൽ ആ ഒരു അനുഭൂതി, ആ കല എന്താണോ പ്രേക്ഷകരിൽ എത്തിക്കാൻ ശ്രമിച്ചത് അത് കൃത്യമായി ആ ഒരു ആസ്വാദകനിൽ എത്തി അവനിൽ ആ അനുഭൂതി ഉണ്ടാകുമ്പോഴാണ് എല്ലാ കലകളും സമ്പൂർണ്ണമാകുന്നത്. അതുപോലെ ഓരോ കലയ്ക്കും അതിന്റെ ആസ്വാദന രീതിയും ആസ്വാദകരുടെ എണ്ണവും ഒക്കെ വ്യത്യാസമായിരിക്കും എന്നതാണ് ബെർഗ്മാന്റെ നിരീക്ഷണം. ഇനി എന്താണ് 2ാമത്തെ ചോദ്യം? സിനിമയുടെ ആസ്വാദന പരിശീലനത്തെക്കുറിച്ച് നിലനിൽക്കുന്ന 2 വാദങ്ങൾ ഏതെല്ലാം? എന്താണ് 2 വാദങ്ങൾ? അതായത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? 2 വാദങ്ങൾ ഏതൊക്കെയാണ്? 2 വാദങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതായത് സിനിമയിൽ എന്താണ്
വ്യവസായത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന സിനിമകളിൽ വിനോദത്തിനുള്ള ഉപാധികൾ ഏറെയാണ് ഉൾപ്പെടുത്തുന്നത്. വിനോദോപാധികൾ ഏറെയുള്ള സിനിമ ആസ്വദിക്കാൻ പരിശീലനം ആവശ്യമില്ലെന്ന് വാദിക്കുന്നവരുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്നാൽ ഇതര കലകൾ പോലെയോ അതിലധികമോ ആസ്വാദന പരിശീലനം ആവശ്യപ്പെടുന്ന കലയാണ് സിനിമ അല്ലെ. അപ്പോൾ ഇതാണ് രണ്ടു തരത്തിലുള്ള വാദങ്ങൾ ഇതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് സിനിമ കാണുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ള കലകൾ പോലെ ആസ്വാദന പരിശീലനം വേണ്ട എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ സത്യത്തിൽ എന്താണ്, മറ്റുള്ള കലകളെക്കാൾ ആസ്വാദന പരിശീലനം ആവശ്യപ്പെടുന്നത് ഏതാണ്? സിനിമ തന്നെയാണ്. കാരണം അതിനുള്ളിൽ ലീനമായി കിടക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ ആസ്വാദന പരിശീലനം ആവശ്യമാണ്. സിനിമ ആസ്വാദനത്തിൽ പരിശീലനം സിദ്ധിച്ചവർക്ക് പരിശീലനം ലഭിക്കാത്തതിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമായിരിക്കും? സിനിമ പരിശീലനം ലഭിച്ചവർക്ക് മറ്റുള്ള പരിശീലനം ലഭിക്കാത്തവരിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? പരിശീലനം സിദ്ധിച്ചവർക്ക് അതിൽ ലീനമായിട്ടുള്ള ചലച്ചിത്ര ബിംബങ്ങളും ദൃശ്യസൂചനകളും അവതരണത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ധ്വനി സൂചനകളും സംഭാഷണങ്ങളും അർത്ഥവത്തായ മൗനങ്ങളും ഒക്കെ മനസ്സിലാവുകയുള്ളൂ. അതായത് സിനിമ ആസ്വാദനം പരിശീലിച്ച ഒരു വ്യക്തിക്ക്, പരിശീലനം കിട്ടിയ ഒരാൾക്ക്, അല്ലെങ്കിൽ അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒരാൾക്ക്, ദൃഢമായി ആ ഒരു സിനിമയെ കണ്ട ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടും അതിൽ ഉൾച്ചേർന്നിട്ടുള്ള ദൃശ്യസൂചനകൾ എന്താണെന്നും ചലച്ചിത്ര ബിംബങ്ങൾ എന്താണെന്നും ധ്വനി സൂചനകൾ എന്തൊക്കെയാണെന്നും സംഭാഷണങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണെന്നും അർത്ഥവത്തായിട്ടുള്ള മൗനങ്ങൾ പോലും എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ പരിശീലനം സിദ്ധിച്ചിട്ടില്ലാത്തൊരു വ്യക്തിക്ക് അത് മനസ്സിലാവുകയില്ല എന്നതാണ് ഉത്തരം. ഇനി 10ാമത്തെ ചോദ്യം. ഇന്ത്യ പ്രധാനമന്ത്രിയെ ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ച് അയ്യങ്കാർ അദ്ദേഹത്തിന്റെ പരിപാടികൾ കവർ ചെയ്തു. പത്രസ്വാമിക്ക് ബഹുസന്തോഷമായി. റെസിഡന്റ് എഡിറ്റർ. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. സാമുവൽ ബട്ട്ലറിന്റെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കഥാസന്ദർഭത്തെയും സമകാലിക മാധ്യമങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഇവിടെ സാമുവൽ ബട്ട്ലർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്താണ്? അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് തെറ്റാണ് എന്ന് ഇപ്പൊ ശരി എഴുതിയെങ്കിൽ പോലും തെറ്റാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നത് ആരാണ്? ഈ ഒരു പത്രങ്ങളാണ്. അപ്പൊ പത്രങ്ങളുടെ ഭാഗത്തുനിന്ന് മാധ്യമധർമ്മം നോക്കൂ. പത്രങ്ങൾ പൂർണ്ണമായ ഒരു കാര്യത്തെ ഉൾപ്പെടുത്തുന്നില്ല, അതിന്റെ ശരിതെറ്റുകൾ കൃത്യമായി വേർതിരിച്ച് കാണുന്നില്ല. അവരുടെ വിൽപ്പനയ്ക്ക് വേണ്ടി, റേറ്റിങ്ങിന് വേണ്ടിയൊക്കെ അവർ എന്തും ചെയ്യാൻ അല്ലെങ്കിൽ എഴുതി കൂട്ടാൻ തയ്യാറാവുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പത്രത്തിന്റെ ആ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്നത്. അപ്പോൾ സാമുവൽ ബട്ട്ലർ പറയുന്നത് പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം തന്നെ എന്താണ്? അച്ചടിച്ചത് കണ്ടാൽ, അച്ചടിച്ച് എഴുതി വരുന്നത് കണ്ടാൽ അത് അവിശ്വസിക്കുക എന്നത് ജനങ്ങളിലേക്ക് ആ ഒരു വിശ്വാസം കൊണ്ടുവന്നത് ആരാണ്? ഈ പത്രങ്ങൾ തന്നെയാണ്. അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ പറയുന്നത് നോക്കൂ, ഈ ലാൽ ബഹദൂർ ശാസ്ത്രിയെ, ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ അയ്യങ്കാർ അദ്ദേഹത്തിന്റെ പരിപാടികളൊക്കെ കവർ ചെയ്യുന്നത്. അപ്പൊ പത്രസ്വാമിക്ക് അത് സന്തോഷമായി. അപ്പോൾ മറ്റുള്ളവരെ പ്രീണിപ്പിക്കുക, അതിലൂടെ പത്രത്തിന്റെ വളർച്ച കൊണ്ടുവരിക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ കൂടി എഴുതി ചേർക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇന്ന് എന്താണ് നവമാധ്യമങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ സമകാലിക മാധ്യമങ്ങൾ അതിൽ കുറെ കൂടി മുമ്പോട്ടാണെന്ന് പറയാം. എന്ത് കാര്യത്തില്? ഈ അവരുടെ റേറ്റിംഗ് കൂട്ടുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ വിൽപ്പന, അവരുടെ ഈ ഒരു മറ്റുള്ളവർക്ക് മുന്നിലുള്ള അവരുടെ ആ ഒരു വില കൂട്ടുക എന്നുള്ള ഒരു രീതിയിൽ മാത്രമാണ്, ഒരു മത്സരമാണ് പത്രങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ തമ്മിൽ. ഈ ഒരു മത്സര ലോകത്ത് തങ്ങളുടെ വില എങ്ങനെ കൂട്ടാം എന്നത് മാത്രമായിരിക്കും ഓരോ മാധ്യമങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടെ കൃത്യമായിട്ടുള്ള വാർത്തയ്ക്ക് പിന്നിലുള്ള മനുഷ്യന്റെ വികാരങ്ങൾക്കോ ഒന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഒരു 80% മാധ്യമങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആണ്. അപ്പം അങ്ങനെ വിമർശനാത്മകമായി അതിനെ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇനി 11ാമത്തെ ചോദ്യം എ ആണ്. അമ്മ മമ്മിയായെന്നേ മരിച്ചു മലയാളം, ഇന്നുള്ളതിൻ ഡാഡി ജഡമ മലയാളം, കുഞ്ഞുണ്ണി മാഷ്, ഇളയച്ചൻ ഇളയമ്മ, വല്യച്ഛൻ അമ്മാവൻ, ഇങ്ങനെ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്ത ഭാഷയെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ നമ്മുടെ വീട്ടിൽ അനുവദിച്ചുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെല്ലാം അങ്കിളും ആൻറ്റിയും ആയി തീർന്നിരിക്കുന്നു. പ്രകാശ് രാജ്. മാതൃഭാഷയെക്കുറിച്ചുള്ള 2 എഴുത്തുകാരുടെയും കാഴ്ചപ്പാടുകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ മാതൃഭാഷ ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാതൃഭാഷ അത്രത്തോളം അധപ്പതിച്ചു പോയി എന്ന ഒരു കാഴ്ചപ്പാടാണ് രണ്ടിലും കാണാൻ സാധിക്കുന്നത് അല്ലേ. മാതൃഭാഷയുടെ അധപ്പതനം എത്രത്തോളമായി എന്ന് കൃത്യമായി കാണിച്ചു തരുന്ന
രണ്ട് കൃതികളാണ്, രണ്ട് രചനകളാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ കവിതയും പ്രകാശ് രാജിൻ്റെ ലേഖനവും. അപ്പം ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്ത് മാതൃഭാഷയുടെ പ്രാധാന്യം എന്താണെന്നും മാതൃഭാഷ എത്രത്തോളമാണ് ഒരു മനുഷ്യനിൽ ലീനമായി ചേർന്നിരിക്കുന്നതെന്നും ഒരു മനുഷ്യനും മാതൃഭാഷ നമ്മളെ ബന്ധം എന്താണെന്നും അതുപോലെ തന്നെ മാതൃഭാഷ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ എന്താണെന്നും അതിന് കാരണം എന്താണെന്നും അതിൽ നിന്ന് കരകയറാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് എന്ത് ചെയ്യുക, താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അല്ലെങ്കിൽ ഹംസം വിവശം നിരവലംബം മമ കുടുംബവും ഇനി ജനകൻ മരിച്ചുപോയി തനയൻ ഞാൻ ഒരുത്തനൻ ജനനി തൻ്റെ ദശ ഇങ്ങനെ അയ്യോ ഗുണവും അനവധി ദോഷമായതു സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ. സൂചനകളും പാഠഭാഗത്തെ മറ്റു സന്ദർഭങ്ങളും പരിഗണിച്ച് ഹംസം എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. അപ്പോൾ ഹംസത്തിൻ്റെ കഥാപാത്ര നിരൂപണം ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലിൽ കയറി അത് കണ്ട് ഹംസത്തിൻ്റെ കഥാപാത്ര നിരൂപണം കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 7 സ്കോർ, അതുകൊണ്ട് തന്നെ 2 പേജെങ്കിലും എഴുതാൻ ശ്രമിക്കുക. 12ാമത്തെ ചോദ്യം എ. നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമി ഉടച്ചു തേനും വീഴ്ത്തി ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. സൂചനകളും പാഠഭാഗവും വിശകലനം ചെയ്ത് എഴുത്തച്ഛൻ്റെ രചനകളുടെ സവിശേഷതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. പ്രസംഗമല്ല പ്രഭാഷണം. പ്രഭാഷണം എങ്ങനെയാണ് എഴുതേണ്ടതെന്നും പ്രസംഗവും പ്രഭാഷണവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നും കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ എഴുത്തച്ഛൻ്റെ രചനകളുടെ സവിശേഷതകൾ എന്ന ഒരു തലക്കെട്ടോടു കൂടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിലും തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ഞാൻ ലിങ്ക് അയച്ച് തരുന്നതായിരിക്കും. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എഴുത്തച്ഛൻ്റെ രചനകളുടെ സവിശേഷതകൾ അല്ലെങ്കിൽ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് എന്ന രീതിയിൽ എഴുത്തച്ഛനെ വിശകലനം ചെയ്യുക അല്ലെങ്കിൽ വിശദീകരിക്കുക എന്നൊക്കെ രീതിയിൽ എഴുത്തച്ഛനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം തീർച്ചയായും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ആശയം, ആസ്വാദന അംശങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. അക്ഷരമാല എന്നാണ് കവിതയുടെ പേര്. അക്കാണും മരം എന്തമ്മേ അക്ഷരമരമാണ് എൻ കുഞ്ഞെ അക്ഷരമെന്നാൽ എന്തമ്മേ അറിവിൻ കനിയുടെ കരുവാണ് കണ്ണുകൾ നിറയെ കാണുക നീ ഉള്ളു തുറന്ന് നിറയ്ക്കുക നീ കതിരോൻ നിന്റെ തുണയ്ക്കുണ്ട് കുഞ്ഞാറ്റകളുടെ കൂട്ടുണ്ട് കുഞ്ഞാറുകളുടെ പാട്ടുണ്ട് കുഞ്ഞലയായി ചെറുകാറ്റുണ്ട് കൂട്ടും പാട്ടും കൂട്ടവും ഓരോ കൂട്ടക്ഷരമായി കൂമ്പുന്നു നാം കൂട്ടക്ഷരമായി വിരിയുന്നു പലവിധ ശാഖകൾ വീശുന്നു പുതുനറു നാമ്പുകൾ നീളുന്നു ആമരം അടിമുടി പൂക്കുന്നു അക്ഷരവിരുന്നിൻ വിളയാട്ടം. കടമ്മനിട്ട രാമകൃഷ്ണൻ്റെയാണ് കവിത. അപ്പോൾ മലയാള ഭാഷയെ ഒരു വൃക്ഷത്തോട് ഉപമിച്ചുകൊണ്ട് ആ വൃക്ഷം അതിലെന്തൊക്കെയുണ്ട്, അപ്പോൾ ഒരു കുട്ടിയും അമ്മയും ഈ വൃക്ഷത്തെ മലയാള ഭാഷയെ ഒരു വൃക്ഷമായി കണ്ടുകൊണ്ട് ഒരു കുട്ടിയും അമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ കാണുന്ന മരം എന്താണെന്ന് കുട്ടി ചോദിക്കുന്നു. അക്ഷരത്തിൻ്റെ മരമാണെന്ന് അമ്മ പറയുന്നു. അത് അറിവിൻ്റെ കനിയുടെ കുരുവാണ്. ഒരു അറിവ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഭാഷയിൽ നിന്നാണ്. ആ ഭാഷയുടെ അടിസ്ഥാനമായിട്ടുള്ള അക്ഷരത്തിൽ നിന്നാണ്. അതുകൊണ്ട് നീ അത് ഉള്ള തുറന്ന് കാണുക, നിന്റെ ഉള്ളിലേക്ക് അത് നിറയ്ക്കുക. കതിരോൻ നിന്റെ തുണയ്ക്കുണ്ട്, ദൈവം നിന്റെ തുണയ്ക്കുണ്ട്, കുഞ്ഞാറ്റകളുടെ കൂട്ടുണ്ട്, കുഞ്ഞാറുകളുടെ പാട്ടുണ്ട്, കുഞ്ഞലയായി ചെറുകാറ്റുണ്ട്. ഇതൊക്കെ നമ്മൾ മലയാള ഭാഷയുടെ ഓരോ കൃതിയിലും കാണുന്നതാണ് അല്ലേ. നമ്മുടെ പ്രകൃതി തന്നെ നമ്മുടെ കൂടെയുണ്ട്. കൂട്ടും പാട്ടവും കൂട്ടവും ഓരോ കൂട്ടക്ഷരമായി കൂമ്പുന്നു നാം കൂട്ടക്ഷരമായി വിരിയുന്നു പലവിധ ശാഖകൾ വീശുന്നു. അപ്പോൾ പിന്നീട് ഭാഷ അക്ഷരങ്ങളായി വാക്യങ്ങളായി പിന്നീട് പല രചനകളായി ഇങ്ങനെ എന്ത് ചെയ്യുന്നു, പലവിധ ശാഖകൾ വീശി നിൽക്കുന്നു. പുതുനറു നാമ്പുകൾ നീളുന്നു. അങ്ങനെ പുതുനറു നാമ്പുകൾ നീളുകയാണ് ഭാഷയുടെ. ആ മരം അടിമുടി പൂക്കുന്നു. പിന്നീട് ആ മരം എന്ത് ചെയ്യുകയാണ്? അടിമുടി പൂക്കുകയാണ്. അങ്ങനെ അക്ഷരവിരുദിൻ വിളയാട്ടം ആ ഭാഷയിൽ നടക്കുകയാണ് എന്നാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ രീതിയിൽ എന്ത് ചെയ്യുക, മലയാള ഭാഷയുടെ അല്ലെങ്കിൽ മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, മലയാള ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ കവിതയുമായി ബന്ധപ്പെടുത്തി എഴുതുക. അപ്പം നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു, എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ ലിങ്കുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിക്കുക, ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ട് തരുന്നതായിരിക്കും.